ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരുപാട് വാഹനങ്ങൾ വിശേഷങ്ങളുമായിട്ടാണ്. നേരത്തെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് വാഹനങ്ങൾ വിറ്റുപോയി. കൂടാതെ ഒരുപാട് കളക്ഷനുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ സ്റ്റോക്കിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാണ്. അപ്പോൾ വീഡിയോ ലെങ്ത്ത് ഉണ്ടാവുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ വീഡിയോ 2 പാർട്ടായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഉണ്ടാവും, സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ വാഹനങ്ങളുടെയൊക്കെ ഡീറ്റെയിൽഡ് സിംഗിൾ വാഹനങ്ങൾ, ഓരോ വാഹനങ്ങളുടെ സിംഗിളായിട്ടുള്ള എന്തുണ്ട് വീഡിയോസ് ഉണ്ട്. അത് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്, ഫേസ്ബുക്ക് പേജിലുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി ഓരോ വാഹനത്തിനും സെപ്പറേറ്റ് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലൊന്ന് കയറി നോക്കുക, കാര്യങ്ങളറിയാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. ഓക്കെ, തുടങ്ങുകയാണ്. നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ചെറിയ ഓട്ടോമാറ്റിക് വാഹനം തപ്പി നടക്കുന്നവർക്ക് ഏറ്റവും സൂട്ടായിട്ടുള്ളൊരു വാഹനമാണ് സാൻഡ്രോ 1.1 കോർപ്പറേറ്റ് എഡിഷൻ 2020 മോഡൽ. സിംഗിൾ ഓണറാണ്, 40,000 ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഈ വാഹനം പക്ക നീറ്റ് ആൻഡ് ക്ലീനാണ്. അപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ചെറിയ ഒരു മുടക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. നല്ല വില കൂടിയ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റിവേഴ്സ് ക്യാമറ, ആൻഡ്രോയിഡ് സെറ്റ്, ഈ കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പോളാർ വൈറ്റ് കളറിൽ 2020 സിംഗിൾ ഓണർ. പിന്നെ അതിൻ്റെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 4 ടയർ പുതിയതാണ്, പുതിയ ഇൻഷുറൻസ് ആണ്. 2020-21 കോർപ്പറേറ്റ് ഓട്ടോമാറ്റിക് സാൻഡ്രോ. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് യുവാക്കളൊക്കെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന i20 ഡീസൽ ആസ്റ്റ ഓപ്ഷണൽ ഏറ്റവും ടോപ്പ് എൻഡ് വെറും 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള വാഹനമാണ്. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മാക്സിമം ഫിനാൻസ് ഫെസിലിറ്റി ഉണ്ട്. 18 മോഡലാണ്, സിംഗിൾ ഓണറാണ്, സെക്കൻഡ് ഓണറാണ്, ഡീസൽ വേരിയൻ്റ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. ആസ്റ്റ ഓപ്ഷൻ വയർലെസ് ചാർജറും മറ്റ് ഫീച്ചേഴ്സും മറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന i20 ഡീസൽ ആസ്ട്ര ഓപ്ഷണൽ. ഡയമണ്ട് കട്ട് അലൈവിയിൽ, പിന്നെ അതേപോലെ തന്നെ ടയറൊക്കെ അത്യാവശ്യമുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, മാക്സിമം ഫിനാൻസ് ഫെസിലിറ്റി ഉണ്ട്. ഏറ്റവും നല്ല കളറാണ്, i20യിലെ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള കളറാണ്. പറയാൻ പോകുന്നത് ടൊയോട്ട ലിവ. കാരണം ഇറ്റിയോസ് ലിവ അറിയാത്തവരായിട്ട് ആരുമില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൊയോട്ടയുടെ ചെറിയ വാഹനത്തിൽ വിജയിച്ച വാഹനമാണ്. ഇന്നും ഇപ്പോഴും നല്ല ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന, കൂടുതൽ മൈലേജുള്ള വാഹനങ്ങളിൽ ഒന്നാണ് ടൊയോട്ടൻ്റെ ലിവ. അത് നമ്മളെ കയ്യിൽ സ്റ്റോക്കുള്ളൂ. 2018-19 വീഡിയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഡുവൽ ടോണ്, റെഡ് ആൻഡ് ബ്ലാക്ക്, ഏറ്റവും റയർ കളറുകളിലൊന്ന്. 2018-19 വീഡിയാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡൻറ്റുകളൊന്നുമില്ല. പ്രോപ്പർ കമ്പനി സർവീസാണ്, അപ് ടു ഡേറ്റ് ആയിട്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന വാഹനങ്ങൾക്കൊക്കെ ഫിനാൻസ് ഫെസിലിറ്റി മാക്സിമം ഉണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഹിസ്റ്ററിയും അവൈലബിൾ ആണ്. പിന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഓരോ വാഹനങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇൻസ്റ്റഗ്രാമിലുണ്ട്. ഇതേ പേരിൽ തന്നെ പേജ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മാരുതിയുടെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള 2015 മുതൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ബലേനോയുടെ 2021 ഡെൽറ്റ വെറും 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള നെക്സ ബ്ലൂവിലുള്ള സിംഗിൾ ഓണർഷിപ്പോട് കൂടിയ വാഹനമാണ്. വെറും 45,000 ഓടിയിട്ടുള്ളൂ. വില കൂടിയ ലെതറിൻ്റെ നല്ല വില കൂടിയ സീറ്റ് കവറ്, അതോടൊപ്പം തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ, മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ചാവി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ ഉള്ളും പുറം ഒരുപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മാക്സിമം എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 2021 ബലേനോ ഡെൽറ്റ സിംഗിൾ ഓണർ. നമുക്കറിയാം ബലേനൊക്കെ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. പെട്രോൾ വാഹനമൊക്കെ എടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് കൊടുക്കുന്നത്. 2022 എർട്ടിക ZXi പ്ലസ്, അതിൻ്റെ വിശേഷങ്ങളാണ്. വെറും 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വാഹനം സിംഗിൾ ഓണറാണ്. അതായത് എർട്ടിക്കയിലെ ഏറ്റവും ടോപ്പ് എൻഡ് ZXi പ്ലസ് ഹൈബ്രിഡ്. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കമ്പനി സർവീസാണ്, സിംഗിൾ ഓണറാണ്, മേജർ ആക്സിഡൻറ്റ് റീപ്ലേസുകളൊന്നുമില്ല. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നേരെ പോന്നോളൂ, കണ്ടോളൂ, കൊണ്ടുപോയിക്കോളൂ. അപ്പോൾ അതിൻ്റെ ഉൾവശങ്ങൾ നമുക്ക് കാണാം.
2022 മോഡലാണ്. ZXi പ്ലസ് ആണ്, സിംഗിൾ ഓണറാണ്. ZXi പ്ലസിന് ഓൾറെഡി സീറ്റ് കവർ ഉണ്ടാവും, പക്ഷേ ഇതിൽ ഏറ്റവും വില കൂടിയ സീറ്റ് കവറാണ് ഇതിൽ കസ്റ്റമർ എന്ത് ചെയ്തിട്ടുള്ളത്, അഡീഷണൽ ആഡ് ചെയ്തിട്ടുള്ളത്. പുത്തൻ മണം മാറിയിട്ടില്ല. 2022 മോഡൽ കേട്ടോ. ഏറ്റവും നല്ല ഡയമണ്ട് കട്ട് അലൈവിലും കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ആവശ്യക്കാർക്ക് ഉണ്ടാവുക എല്ലാവിധ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പറയണ്ട. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് VXiൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റോക്ക് നമ്മളെ കയ്യിലുള്ള എർട്ടിക VXi ഹൈബ്രിഡ് 2020 വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള വാഹനമാണ്. മേജർ ആക്സിഡൻറ്റുകളില്ല, കമ്പനി സർവീസാണ്, ഹിസ്റ്ററി അവൈലബിൾ ആണ്, സ്റ്റെപ്പിന് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ പക്ക ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷന് കൂടുതൽ അഡീഷണൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും വന്ന് ഇഷ്ടപ്പെട്ടാൽ കൊണ്ടുപോകാൻ പറ്റുന്നൊരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാ വാഹനങ്ങളുടെയും വില നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റഗ്രാം പേജിൽ നമ്മൾ സെപ്പറേറ്റ് വീഡിയോയിൽ വരുന്നുണ്ട്. ഇനി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോൻ്റെ ഇടയിലൊക്കെ ഉള്ള നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബന്ധപ്പെടാം. പക്ക നീറ്റ് ആൻഡ് ക്ലീനാണ്. 2020 മോഡൽ എർട്ടിക VXi ഹൈബ്രിഡ്. പുത്തൻ മണം പോലും പോയിട്ടില്ല. അങ്ങനെ 7 സീറ്ററിൽ നമ്മളെ കയ്യിൽ 2 സ്റ്റോക്കാണ് ഉള്ളത്. ഈ 2 എർട്ടികയാണ് നമ്മളെ കയ്യിലുള്ളത്. പിന്നെ 6 സീറ്ററിൽ വരുന്ന ഒരു XL6 അതിന് കാണിക്കാം. അപ്പോൾ ബ്ലൂ കളറിൽ വരുന്ന ഒരു എർട്ടിക ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു നെക്സ ബ്ലൂ കളർ വരുന്ന ഒരു ബലേനുണ്ട്. അപ്പുറത്ത് ഇനിയൊരു നമ്മൾ XL6ഉം കാണിക്കാനുണ്ട്. അതിലേക്ക് നമ്മൾ വരാം. അടുത്തത് പറയാൻ പോകുന്നത് 2018 മോഡൽ ബലേനോ ആൽഫ പെട്രോളിൻ്റെ വിശേഷങ്ങളാണ്. DRലൊക്കെ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള 2018 ഇറങ്ങിയ വെറും 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള വാഹനമാണ്. ടയർ ഇൻഷുറൊക്കെ അത്യാവശ്യമുണ്ട്, മേജർ ആക്സിഡൻറ്റുകളില്ല. 2018 സെക്കൻഡ് ഓണർ ഗ്രേ കളർ ആൽഫ ബലേനോ. സെക്കൻഡ് ചാവി സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് എന്താണ് അവൈലബിൾ ആണ്. ഉള്ളും പുറമൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, മേജർ അപാകതകളില്ല. 2018 ബലേനോ ആൽഫ ഗ്രേ കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറാണ്. മേജറായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ബോഡി ഷേപ്പും നല്ല കാര്യങ്ങളുണ്ട്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇഗ്നിസ്, അതായത് മാരുതിയുടെ ഏറ്റവും ജനപ്രിയ പോപ്പുലർ മോഡലുകളിൽ ഒന്നാണ് മാരുതിയുടെ ഇഗ്നിസ്. അതിലൊരുപാട് വേരിയൻറ്റ് വരുന്നുണ്ട്. ഇത് 2019 സിഗ്മ വെറും 50,000 രൂപ ഉണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് ഈ വാഹനം ഇറക്കി പോവാം. 2019 വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പോട് കൂടി 2 ടയർ പുതിയതാണ്, പുതിയ പുത്തൻ ഇൻഷുറൻസാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ചെറിയൊരു മുടക്കുണ്ടെങ്കിൽ ഇത് വാങ്ങി പോകാൻ തന്നത്. മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല, ടയറൊക്കെ പുതിയതാണ്, 2 പേൾ വൈറ്റ് കളറാണ്. ഇഗ്നിസ് സിഗ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അഡീഷണലായിട്ട് സീറ്റ് കവർ, അതോടൊപ്പം തന്നെ സെൻട്രൽ ലോക്ക് സെറ്റ്, റിവേഴ്സ് സെൻസർ, അതുപോലെ തന്നെ ഫോഗ് ലാമ്പ്, സ്പോയിലർ, അങ്ങനെയുള്ള ഒരുപാട് ചെറിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഫാമിലിക്ക് ഏറ്റവും വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനങ്ങളിൽ ഒന്നാണ് ഇഗ്നിസ്. അപ്പോൾ നമുക്കറിയാം ഇഗ്നിസിൻ്റെ ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള സിഗ്മ വേരിയൻ്റ് ആണെങ്കിലും ഇതിന് എല്ലാ മറ്റേ സീറ്റൊക്കെ വരുന്ന മാതിരിയുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. 2019 മോഡൽ ഇഗ്നിസ്. പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, 5 ലക്ഷം ബഡ്ജറ്റിൽ നിങ്ങളെ കയ്യിൽ എന്തുണ്ടോ, ന്യൂ മോഡൽ ഷിഫ്റ്റ് ഉണ്ടോ എന്നുള്ളത്. ഇത് നമ്മളെ കയ്യിൽ വെറും 5,45,000 രൂപ ചോദിക്കുന്ന 2019-20 LXi ഓപ്ഷണൽ വാഹനം ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ട്. വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണറാണ്, മേജർ ആക്സിഡൻറ്റുകളില്ല. അഡീഷണലായിട്ട് പിന്നെ സെൻട്രൽ ലോക്ക്, ആൻഡ്രോയിഡ് സെറ്റ്, ഫോഗ് ലാമ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 2019 മോഡൽ LXi ഓപ്ഷണൽ ഷിഫ്റ്റ്. ഉള്ളും പുറം ഒരുപോലെ നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, മേജർ തട്ട് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. 2019 മോഡൽ കേട്ടോ. പിന്നെ വീഡിയോയിൽ പലരും ചോദിക്കുന്നതാണ് 10 ലക്ഷം ബഡ്ജറ്റിൽ നിങ്ങളെ കയ്യിൽ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു SUV ടൈപ്പിലൊരു വാഹനം ഉണ്ടോ എന്നുള്ളത്. അതിലേറ്റവും വിജയിച്ച ടാറ്റയുടെ ബ്രാൻഡുകളിൽ ഒന്നാണ് നെക്സോൺ കേൾക്കാത്തവരായിട്ട് ആരുമില്ല. അങ്ങനത്തെ ഒരു വാഹനമാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇത് 2021 മോഡലാണ്. വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള വാഹനമാണ്. വെറും 30,000 ഓടിയിട്ടുള്ളും, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, ഏറ്റവും ടോപ്പ് എൻഡ് ആണ്,
സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പേൾ വൈറ്റ് കളറാണ്. മേജർ ആക്സിഡൻറ്റുകളില്ല. ചെറിയ ചെറിയ റീപ്ലേസുകൾ ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കുഴപ്പമില്ലാത്ത നല്ല വാഹനം. 2021 വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ക നീറ്റ്, സിംഗിൾ ഓണറാണ്. പിന്നെ അതേപോലെ തന്നെ മാക്സിമം ഏകദേശം 8 ലക്ഷത്തിനടുത്ത് ഇതിന് ഫിനാൻസ് ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന വില 9,75,000 2021 മോഡൽ ഡീസൽ. അപ്പോൾ ആരും മറക്കണ്ട, ഏറ്റവും ടോപ്പ് എൻഡാണ്. 10 ലക്ഷം ബഡ്ജറ്റിൽ ഒരു SUV ടൈപ്പ് ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക്, അതും ടാറ്റയുടെ ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല സ്റ്റാർ പിന്നെ ഇതൊക്കെ കിട്ടിയിട്ടുള്ള 5 സ്റ്റാർ ഇതൊക്കെ കിട്ടിയിട്ടുള്ള 2021 മോഡൽ നെക്സോൺ ഡീസൽ ഓട്ടോമാറ്റിക്. ഇനി ഇതാ നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് 5 ലക്ഷം ബഡ്ജറ്റിൽ പലരും ചോദിക്കുന്നതാണ്, ഒരു ഷിഫ്റ്റ് ഉണ്ടോ, അതിൽ തന്നെ ഗ്രേ കളർ ഷിഫ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അവർക്കൊക്കെ പറ്റിയിട്ട് ഒരു കഷ്ടം ഇവിടെ ഉണ്ട്. 2016 മോഡൽ വെറും 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള വാഹനം. 4 ടയർ പുതിയതാണ്. ഇൻഷുറൻസ് 3-ാം മാസം വരെ ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ മേജർ ആക്സിഡൻറ്റുകളില്ല. അപ് ടു ഡേറ്റ് സർവീസാണ്. 2016 VXI ഷിഫ്റ്റ്. ഉള്ളും പുറവും പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ പറയുന്ന മാതിരിയല്ല, നിങ്ങളിവിടെ വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് നോക്കിയാലേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ ഏകദേശം പറയുന്ന കാര്യങ്ങളൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പക്ക പറയുന്ന കാര്യങ്ങളൊക്കെ ജെനുവിൻ ആണ്. നിങ്ങൾക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോ ഡെലിവറി വീഡിയോസ് ഉണ്ട്, റിവ്യൂസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് മുൻ കഴിഞ്ഞു പോയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾക്ക് വിലയിരുത്താൻ കഴിയും. അപ്പോൾ നമ്മളെ കയ്യിൽ ആകെ 10-15 വാഹനങ്ങളേ ഉള്ളൂ. ആ ഉള്ളത് നല്ല സർവീസ് ഹിസ്റ്ററിയും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ്. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് കൊടുക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിലകളുണ്ടാവും. അതിൽ പിന്നെ നമുക്ക് ഇരുന്ന് സംസാരിക്കുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും. അടുത്തത് പറയാൻ പോകുന്നത് മാരുതിയുടെ തന്നെ XL6 ആണ്. നെക്സ ബ്ലൂ കളർ 21 മോഡൽ KL 85 SRTO തിരൂർ SRTOയിൽ ഇറങ്ങിയിട്ടുള്ള വാഹനം. വെറും 40,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണറാണ്. ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. XL6 നമുക്കറിയാം എർട്ടിഗനേക്കായും ഒന്നും കൂടെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള വാഹനമാണ്. അതിനനുസരിച്ചുള്ളൊരു ക്വാളിറ്റി മറ്റു കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിലുണ്ടാവും. ഹൈബ്രിഡാണ്. എർട്ടിഗ പിന്നെ മാരുതിയുടെ മറ്റ് ഔട്ട്ലെറ്റുകളാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നെക്സയാണ് എന്ത് ചെയ്യുന്നത് XL6 കൊടുക്കുന്നത്. 2021 സീറ്റ മാനുവൽ സിംഗിൾ ഓണറാണ് കേട്ടോ. നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ടയർ പുതിയതാണ്. ഇൻഷുറൻസ് പുതിയതാണ്. മാക്സിമം ഫിനാൻസ് ഫെസിലിറ്റി ഉണ്ട്. 2021 XL6 സീറ്റ മാനുവൽ. അൾട്ടോ 800 ആവശ്യക്കാർക്ക് എന്ത് ചെയ്യുക, അതും നമ്മളെ കയ്യിലൊരു കഷ്ണമുണ്ട്. ഗ്രേ കളർ 2021 മോഡൽ VXI വെറും 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള വാഹനമാണ്. 2021 മോഡൽ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ. കാരണം വണ്ടി ഒന്നും നോക്കണ്ട, വണ്ടി എടുക്കുക, കൊണ്ടുപോവുക, പേരിക്ക് മാറുക, അത്ര പണിയുള്ളൂ. 2021 കേട്ടോ. ഞാൻ ഇതിൻ്റെ ഉൾവശങ്ങൾ കാണാം. VXI ആകുമ്പോൾ ബിൽഡ് സെറ്റ്, 2 ഡോർ വിൻഡോ, അതോടൊപ്പം തന്നെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അഡീഷണൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സീറ്റിൻ്റെ ഇതും കൂടെ കവറും കൂടെ പോന്നിട്ടില്ല. ഒന്നും നോക്കാനില്ല. 2021 മോഡലാണ്. ഗ്രേ കളറാണ്. അൾട്ടോ 800 ആണ്. ഇപ്പോൾ ഇറങ്ങുന്നില്ല. നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മൾ ലാസ്റ്റായിട്ട് പറയാൻ പോകുന്നത് ലാസ്റ്റിലുള്ള നമ്മളെ കയ്യിലുള്ള ബലേനോയാണ്. ഇത് 2021 വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള വാഹനമാണ്. മാക്സിമം ഏകദേശം 6.5 ലക്ഷത്തിന് മുകളിൽ ഫിനാൻസ് കിട്ടും. ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് മതി. സിംഗിൾ ഓണറാണ്. ആക്സിഡൻറ്റ് റീപ്ലേസുകളൊന്നുമില്ല. ഡയമണ്ട് കട്ട് അലൈവിയിൽ DRL അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിനുണ്ട്. പുത്തൻ മണം മാറിയിട്ടില്ല. നമ്മളെ കയ്യിൽ 3 ബലേനുണ്ട്. ആ 3 മൂന്നാമത്തെ ബലേനാണത്. 2021 സീറ്റ മാനുവൽ വെറും 15,000 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഈ കാണുന്ന ഒരുപാട് വാഹനങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 2 പാർട്ടായിട്ടാണ് ഇത് കാണിക്കുന്നത്. കാരണം അത് നമ്മൾ ആളുകൾക്ക് ഒന്ന് സുഗമമായിട്ട് കാണാൻ വേണ്ടിയിട്ടും
വീഡിയോയുടെ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എല്ലാ വീഡിയോയും കൂടെ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും, വീഡിയോക്ക് ലെങ്ത്ത് കൂടും. അപ്പോൾ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ട് 2 പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ല പുത്തനത്താണി തിരുനാവായക്കും ഇടയിൽ ബാവപ്പടിയിലാണ്. മെയിൻ റോഡിൻ്റെ വക്കത്ത് തന്നെയാണ്. ഈ റോട്ടിൽ നിന്ന് പോകുമ്പോൾ ഈ സ്ഥലം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണാൻ കഴിയും. പിന്നെ അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ വാഹനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആരെങ്കിലും പുതിയ വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ശരിയാക്കി കൊടുക്കും. ഫിനാൻസ് അറേഞ്ച്മെൻ്റ് ഉണ്ട്, എക്സ്ചേഞ്ച് ഉണ്ട്, ബയ്യിങ് ആൻഡ് പർച്ചേസിങ്. ഇതാണ് നമ്മളെ പരിപാടി.